അനുമോൾക്ക് കുറച്ച് കടമുണ്ട്. ബേസിക്കലി കടം എന്ന് പറഞ്ഞാൽ ഈ വീട്, അവളൊരു വീട് വെച്ചായിരുന്നു ചേച്ചിയുടെ അതിൽ, പിന്നെ കാറ് വാങ്ങിച്ചായിരുന്നു. അതിന് ചെറിയൊരു കടം, ലോൺ തീർന്നുണ്ട്. കാറിൻ്റെ ലോൺ എനിക്കറിയില്ല. വീട്ടിൽ അവൾ പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ നിൽക്കണേ, എനിക്ക് പൈസ ആവശ്യമുള്ള നിൽക്കണേ. ആ ബിഗ് ബോസ് പോണത് 6 മാസം പേർക്ക് സീരിയലൊന്നും ഇല്ലാന്നേ. സ്റ്റാർ മാജിക്ക് നിർത്തി, വരുമാനം മൊത്തം നിൽക്കുക. സ്റ്റാർ മാജിക്കിന് അത്യാവശ്യം ഒരു 10-15 രൂപ അല്ലെങ്കിൽ 10 രൂപ വരുമാനം വന്ന് നിൽക്കുക ഒരു ഷൂട്ടിന് പോകുമ്പോൾ. ആ വരുമാനമൊക്കെ നിൽക്കുകയല്ലേ. ആ ഇനാഗ്രേഷൻ പൊതുവെ ആ സമയത്ത് കുറഞ്ഞായിരുന്നു. മഴയൊക്കെ ആയിട്ട് ഇനാഗ്രേഷൻ കുറഞ്ഞു. അപ്പോൾ വരുമാനമില്ല. ഞാനപ്പോൾ എനിക്ക് ജിമ്മുണ്ട്. അനുമോൾക്ക് എന്തോ സായി കൃഷ്ണ പറയുന്നത് അനുമോള് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നാറും, പുറത്ത് വരുമ്പോൾ നാറും. അത് കുഴപ്പമില്ല, അത് നാറാണെങ്കിൽ കുഴപ്പമില്ല, സ്പ്രേ അടിക്കാം. സായി കൃഷ്ണൻ അല്ലല്ലോ തീരുമാനിക്കണേ. 16 ലക്ഷം പോയിട്ട് അനുമോളുടെ അക്കൗണ്ടിൽ 1 ലക്ഷം രൂപ പോകുന്ന സമയത്തില്ല എൻ്റെ അറിവിൽ. കാര്യം എനിക്കറിയാം അനുമോളുടെ അക്കൗണ്ടിൽ 1 ലക്ഷം രൂപ പോലും ഇല്ല. കാര്യം അനുമോള് ഞാനും തമ്മിൽ എന്താ പറയുക, അവൾക്കൊരു സ്വന്തം ചേട്ടനെ പോലെ ആണ് ഞാൻ. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ തോന്നുന്നു. കാര്യം അനുമോള് ഫൈനൽ വന്നു, പ്ലാച്ചി പോയതുകൊണ്ട് ചിലപ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയി. ഇപ്പോൾ ഇത്ര ആളുകൾ അവൾ അറ്റാക്ക് ചെയ്തിട്ടും അവൾക്ക് അറിയാതെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ ചിലപ്പോൾ ഇതായിരിക്കാം. നന്നായിട്ട് കളിക്കാൻ വേണ്ടി. അതെ, ഓഫ് കോഴ്സ്. എനിക്ക് അവിടെ പോയിട്ട് പുറത്തുള്ള കാര്യം പറയാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ പോയിട്ട് ഓരോ ആളുകൾക്ക് ഓരോ സിഗ്നൽ കൊടുത്തു. സാബി മോൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല കിട്ടുന്ന പ്ലാറ്റ്ഫോമാണ്. ഞാൻ ആരോടും അങ്ങനെ തന്നെ പറഞ്ഞു കൊടുത്തു. അനുമോളെ പോയിട്ട് ഒന്നും പറയാൻ പറ്റില്ല. കാരണം അനുമോൾ എൻ്റെ അത്രയും ഫേവറേറ്റ് ആണെന്നും എൻ്റെ ഫാമിലിയിലെ അംഗമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ പോയിട്ട് അവിടെ ഒരു ഫേവറേറ്റ്സും കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ പ്ലാച്ചിനെടുത്ത് എറിഞ്ഞു. അവളത് സെൻസോടെ മനസ്സിലാക്കി കളഞ്ഞു. പിന്നെ അവൾ വളരെ കൂളായിട്ട് കളിച്ചു. പിന്നെ പ്ലാച്ചിനെ പിടിച്ച് അങ്ങോട്ട് നടന്നില്ലല്ലോ. നടന്നോ? ഒരു ഗെയിമിന് നമ്മളിപ്പോൾ ഒരു ഗെയിം എന്നെ അതിൽ വിട്ടത് ബൂസ്റ്ററായിട്ടാണ്. കാര്യം ഒരു ബൂസ്റ്റർ എന്ന് പറഞ്ഞ ഗെയിം ഒരു നമ്മളൊരു ഹോട്ടൽ ടാസ്ക് ഒരു ടാസ്കിന് വേണ്ടി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അതിൻ്റെ ഡയറക്ടർ പറഞ്ഞു ഷിയാസിനെ എൻ്റെ അകത്ത് എന്തുകൊണ്ട് ചെയ്യാം, പക്ഷേ പുറത്തുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന്. എനിക്ക് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ചെയ്യാൻ തോന്നി. എൻ്റെ മാത്രം തീരുമാനമാണ്, നന്നായെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഫൈനൽ വന്നു. ഇപ്പോൾ അനുമോൾ ചിലപ്പോൾ കപ്പ് എടുക്കും. എൻ്റെ മനസ്സങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ മനസ്സങ്ങനെ പറയുന്നുണ്ട്. കാര്യം ചില കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സ് തോന്നുന്ന കാര്യം നടക്കാറ്, ചില കാര്യങ്ങൾ, എല്ലാ കാര്യം നടക്കാറില്ല. ഇന്ത്യ വേൾഡ് കപ്പിൽ കളിക്കുമെന്ന് എനിക്ക് ആഗ്രഹം നടന്നിട്ടില്ല. ഇതിലായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യമാണ്. ഞാൻ ഒരു ദിവസം കാണും ഇന്ത്യ വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ഫ്ലാഗ് ഫുട്ബോളിൽ വേൾഡ് കപ്പിൽ കളിക്കുന്ന ഞാൻ സ്വപ്നം കണ്ടതാണ്, നടന്നിട്ടില്ല. അതുപോലെ അനുമോൾ ഒരു ദിവസം കപ്പെടുക്കും ബിഗ് ബോസിനെ. ഞാൻ 100 ദിവസത്തിനിടയിൽ ഞാൻ കണ്ട സ്വപ്നമാണ്. ചിലപ്പോൾ നടക്കും. എന്തായാലും എൻ്റെ മനസ്സ് വന്ന് 1ാം സ്ഥാനം 2ാം സ്ഥാനം കൺഫേമാണ് അനുമോൾ. പക്ഷേ ഈ 16 ലക്ഷത്തിന്റെ PR എന്ന് പറഞ്ഞാൽ 16 ലക്ഷം പോയിട്ട് അനുമോളുടെ അക്കൗണ്ടിൽ 1 ലക്ഷം രൂപ പോകുന്ന സമയത്തില്ല എൻ്റെ അറിവിൽ. കാര്യം എനിക്കറിയാം അനുമോളുടെ അക്കൗണ്ടിൽ 1 ലക്ഷം രൂപ പോലും ഇല്ല. കാര്യം അനുമോള് ഞാനും തമ്മിൽ എന്താ പറയുക, അവൾക്കൊരു സ്വന്തം ചേട്ടനെ പോലെ ആണ് ഞാൻ. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പോൾ 16 ലക്ഷം രൂപ ആണെങ്കിൽ ബിഗ് ബോസ് ഇപ്പോൾ എനിക്ക് 16 ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ പൈസ എടുത്ത് എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഈ കാറ് കുറച്ച് വേറെ നല്ല കാർ അപ്ഗ്രേഡ് ചെയ്യാം, എന്തൊക്കെ ചെയ്യാം. 16 ലക്ഷം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുന്നത്. ഈ ആരെങ്കിലും അവിടെ നിന്ന് ഇവിടുന്ന് പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ ഒരിക്കലും 16 ലക്ഷം രൂപ ഞാൻ ഇപ്പോഴും മനസ്സിലാക്കും. PR എന്ന് പറഞ്ഞാൽ എന്താണ്? PR അല്ല, ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത് ബിഗ് ബോസ് എന്ന ഷോ വിജയിപ്പിക്കുന്നത്, അല്ലേ? ഞാൻ അങ്ങനെ മനസ്സിലാക്കി. ഞാൻ ബിഗ് ബോസ് പോയ സമയത്ത് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തത് ഇവിടെയുള്ള നോർമൽ ടിപ്പിക്കൽ ആയിട്ടുള്ള ജനങ്ങളാണ്. അവർ എനിക്ക് സപ്പോർട്ട് ചെയ്തു, റോയായിട്ട് സപ്പോർട്ട് ചെയ്തു. കാര്യം പ്യുവർ സോൾ ഹാർട്ടിന് സപ്പോർട്ട് ചെയ്തു. അല്ലാതെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ വീഡിയോ ചെയ്തോ അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്തിട്ടൊന്നുമല്ല. അപ്പോൾ ബിഗ് ബോസ് എന്ന ഷോ PR കൊണ്ട് മാത്രം അവിടെ 100 ആൾക്ക് നിൽക്കാൻ പറ്റില്ല. ഈ 100 ദിവസം നിന്നത് ഒരു വ്യക്തി കരഞ്ഞും ദേഷ്യപ്പെട്ടതും ഫൈറ്റ് ചെയ്തതും നാക്കുകൊണ്ട് വായത്താളം അടിച്ചതും ഒക്കെ ആയിട്ടുകൊണ്ടാണ്. അല്ലാതെ ഒരിക്കലും ഒരു 6 ലക്ഷം 5 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം കൊടുത്തിട്ട് ഒരിക്കലും ബിഗ് ബോസിന് റിയാലിറ്റി ഷോയിൽ നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ ആ ഷോയിൽ പോയ ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഇവിടുന്ന് ഞാൻ പോവാണ്, ബിഗ് ബോസ് പോവാണ്, ഒരു 6 ലക്ഷം രൂപ ചേച്ചിന് കൊടുത്തു, ഒരു 6 ലക്ഷം നിങ്ങൾക്ക് തന്നു, ഒരു 6 ലക്ഷം നിങ്ങൾക്ക് തന്നു. എനിക്ക് വേണ്ടി നിങ്ങൾ PR നിങ്ങൾ എത്ര നാളെ എനിക്ക് വേണ്ടിയിട്ട് ഷിയാസ്കരി സൂപ്പറാ ജനങ്ങളൊന്ന് പോടുമെന്ന് പറയും, അല്ലേ? അരോചകമായിട്ട് നിങ്ങൾക്ക് തോന്നല്ലേ? 16 ലക്ഷം രൂപ നിങ്ങൾക്ക് ഞാൻ ഒരു 5 പേർക്ക് വീതിച്ചു വരുന്നു. നിങ്ങൾ എനിക്ക് 5 പേര് നിങ്ങൾ എന്നെപ്പറ്റി നല്ലത് മാത്രം പറഞ്ഞേക്കുക. ഞാൻ ചെയ്യുന്ന കാര്യം മോശമാണെങ്കിൽ യോജിക്കുമോ ജനങ്ങൾ? ശരിയല്ലേ? അപ്പോൾ അവൻ്റെ അകത്ത് പോയിട്ട് അനുമോൾ നിൽക്കുന്ന കാശിൻ്റെ പുറത്താണ്. അവളുടെ വീട് കണ്ടോ നിങ്ങൾ? അവളുടെ വീട്ടിലേക്ക് പ്രോപ്പറായിട്ടൊരു നല്ല റോഡ് പോലും ഞാനൊരു 5 കൊല്ലം മുമ്പ് പോകുമ്പോഴില്ല, 4 കൊല്ലം 5 കൊല്ലം മുമ്പ് പോകുമ്പോൾ അവളുടെ വീട്ടിലേക്ക് പ്രോപ്പറായിട്ടൊരു റോഡ് പോലും ഇല്ല. ഒരു റബ്ബറും തോട്ടത്തിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ഒരു വഴിയൊക്കെ കൂടി അവളുടെ വീട്ടിലേക്ക് പോകണം. ഞാൻ പോയ ഒരാളാണ് അവളുടെ വീട്ടിൽ. ഒരു ചെറിയൊരു പക്ക ടിപ്പിക്കൽ ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ. അവൾ എന്തോരം സ്ട്രഗിൾ ചെയ്തു, അവൾ എന്തോരം എവിടെ നിന്ന് വരുന്നു, അവൾ എന്ത് ചെയ്യുന്നു എന്ന് അറിയുന്ന ആളുകൾ പറയാം. പിന്നെ ഈ ബിഗ് ബോസ് എന്ന ഷോയിൽ കണ്ടിട്ട് അവൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞതെന്ന് വെച്ചിട്ട് അവളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഞാനിപ്പോഴും പറയുന്നു, പേഴ്സണലി ഒരു വ്യക്തിയെ മനസ്സിലാക്കിയിട്ട് ജഡ്ജ് ചെയ്യാം. ആ ഷോയിൽ വിന്നറാകാൻ ഇപ്പോൾ സ്റ്റിൽ വിന്നറാകാനുള്ള യോഗ്യത ഉള്ളത് ഒന്ന് അനുമോളാണ്. പിന്നെ അനീഷ് എന്ന് പറയുന്നു, ഷാനവാസ് എന്ന് പറയുന്നു, ആദില എന്ന് പറയുന്നു, നൂറ എന്ന് പറയുന്നു, ഈ പറഞ്ഞ നിവിൻ എന്ന് പറയുന്നു.
ഈ 6-7 പേര് ഫൈനൽ വന്നുകൊണ്ടല്ലേ പറഞ്ഞത്. അതിന് മുമ്പ് 15 പേര് അതിൻ്റെ അകത്തുനിന്ന് പുറത്തായില്ലേ. അവർക്ക് വേണ്ടി ഇവിടെ ഫൈറ്റ് ചെയ്തില്ലേ കുറേ ആളുകൾ. തിങ്ക് ചെയ്യുക, അനിമോള് ഈ പറഞ്ഞ കുറേ ആളുകളായിട്ടും ഒരുപാട് രീതിയിലും അങ്ങോട്ട്. അക്ബറും ഉണ്ട് കേട്ടോ, അക്ബർ നല്ല മനുഷ്യൻ, എൻ്റെ സുഹൃത്തും കൂടിയാണ്. അയാളോട് ഞാൻ പറയാൻ മറന്നുപോയി, എൻ്റെ സുഹൃത്താണ് അക്ബർ. അപ്പോൾ ഇവരൊക്കെ ഫൈനൽ വന്നുകൊണ്ടാണ് വിന്നറാവാന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ അവർ വിന്നറാവില്ലല്ലോ. വെറുതെ തന്നെയാണ് വെറുതെ ആളുകൾ അങ്ങോട്ട് കൊണ്ട് ഈ താറടിച്ച് ഇവരൊക്കെ പുറത്തിറങ്ങുമ്പോൾ അങ്ങോട്ട് കൈ കൊടുത്ത് ഷെയ്ക്കാനടിച്ച് പോകും. പിന്നെ ഈ പറഞ്ഞ ഈ ആർമി അല്ലെങ്കിൽ ഫാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മയ്ക്ക് വിളിക്കുക. ഇപ്പം ഞാനൊരു പോസ്റ്റ് അനുമോളിട്ട് എൻ്റെ അമ്മയ്ക്ക് വിളിക്കുക, പോടാ പൂ ഇങ്ങനെയൊക്കെ പറഞ്ഞ് തെറി പറയുക. എന്തിനാണ്? ഭയങ്കര വൾഗറാണ്. കാര്യം അത് ഫോട്ടോ ഏതിലും സിനിമാറിൻ്റെ ഫോട്ടോ ആയിരിക്കും, തെലുങ്കിലെ ഒരു നടിയുടെ ഫോട്ടോ ആയിരിക്കും. അത് കാണുമ്പോൾ എനിക്ക് അവരോട് ദേഷ്യം തോന്നും. അവർ പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു ഐഡിയ പോലും ഇല്ലാതെ വന്നിട്ട് അമ്മയ്ക്കും അപ്പനും വീട്ടിലുള്ള എല്ലാവർക്കും തെറി പറയുന്ന കമൻ്റ് അടിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. കാര്യം എൻ്റെ പേഴ്സണൽ മാത്രം തീരുമാനമാണ്, എൻ്റെ പേഴ്സണൽ തീരുമാനമാണ് അനുമോളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ പറഞ്ഞ എല്ലാ ആളുകളും അനുമോൾക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ വോട്ടും എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന തുച്ഛമായിട്ട് ആൾക്കാരനെ അവരുടെ വോട്ട് മതി. അല്ല എല്ലാവരും അനുമോളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കണം ഞാൻ വെച്ചിട്ടും പറഞ്ഞിട്ടില്ല. ഇന്നലെ സായി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നല്ലോ, അനുമോളുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ പണി നിർത്തി പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട്. കാശില്ലായിരുന്നു മീൻസ് അക്കൗണ്ടിൽ അനുമോൾക്ക് കാശ് എന്ന് പറഞ്ഞ സായി പറഞ്ഞ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ കാശ് എന്ന് പറഞ്ഞ സാധനം ചിലവാക്കാനുള്ളതാണ്. അതെടുത്ത് സൂക്ഷിച്ച് അക്കൗണ്ടിൽ വയ്ക്കാനുള്ളതല്ല, മരിക്കുമ്പോൾ മേളിൽ കൊണ്ടാണുള്ളതല്ല. ഇന്ന് ഞാൻ ജോലി ചെയ്യുന്നു, കാശ് നാളെ ചിലവാകുന്നു, നാളെ ഞാൻ ജോലി ചെയ്യുന്നു, നാളത്തെ ഞാൻ കാശ് ചിലവാകുന്നു. അല്ലാതെ ജോലി ചെയ്യുന്ന കാശ് സൂക്ഷിച്ച് വെച്ചിട്ട് ഭൂതത്തിന് കാത്തിരിക്കുന്ന പോലെ കാത്തിരിക്കാനുള്ളതല്ല പൈസ എന്ന് പറഞ്ഞാൽ ചിലവാക്കിയാൽ മാത്രം നമ്മൾ. ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ കാശ് വരുമ്പോൾ അതിനനുസരിച്ച് ചിലവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നാളെ ജോലി ചെയ്യാൻ തോന്നുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് കാർ ലോണിൻ്റെ ഹൗസ് ലോൺ ഉണ്ട്, അതുപോലെ തന്നെ അനുമോൾക്ക് കാർ ലോൺ ഹൗസ് ലോൺ ഉണ്ട്. എന്നോട് പറയാറുണ്ട് ഇടയ്ക്ക് കാർ ലോണൊക്കെ ഇങ്ങനെ ചെറിയ ഡിലേ വരുമ്പോൾ ഒക്കെ ഉദ്ഘാടനം എന്തിനു പറയുന്നത്. പിന്നെ മനസ്സിലാക്കി നിങ്ങളൊക്കെ ഈ അനുമോളുടെ ഉദ്ഘാടനത്തിനൊക്കെ പോകുന്ന ആൾക്കാരാണ്. അവൾക്ക് എത്ര സപ്പോർട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. സ്റ്റാർ മാജിക്കിൽ അവൾ 6 വർഷം ഉണ്ടായിരുന്നു. 5 വർഷത്തിന് മുകളിൽ സ്റ്റാർ മാജിക്, ടമാർ പടാർ സീരിയൽ മുതൽ എല്ലാ മലയാളികൾ ഓഡിയൻസിന് എല്ലാവർക്കും അനുമോൾ എന്ന വ്യക്തിയെ അറിയാം. പിന്നെ അനുമോള് മേക്കപ്പ് ഇല്ലാതെയും കുളിക്കുന്നതും ഭക്ഷണത്തിന് വഴക്കുണ്ടാക്കുന്നതും കാണുമ്പോൾ അരോചകമായിട്ട് ഫീൽ ചെയ്യുന്ന ആളുകളുണ്ട്, മലയാളികളും ഉണ്ടാവും. അത് അവിടെ ആ ഒരു ഷോയുടെ പാറ്റേൺ അങ്ങനെയാണ്. ബിഗ് ബോസ് എന്ന ഷോയുടെ പാറ്റേൺ അങ്ങനെയാണ്. പിന്നെ സായി ബിഗ് ബോസിൽ പോയ ഒരാൾക്ക് സായിക്ക് എല്ലാ കാര്യവും അറിയാം. ചുമ്മാ സായിക്ക് തോന്നുന്ന കാര്യങ്ങൾ അയാൾ പറയുന്നു. അല്ലാതെ അനുമോൾ എന്നൊരു വ്യക്തിയെ പേഴ്സണലി സായി ഒരു 5 വട്ടം കണ്ടു കഴിഞ്ഞാൽ ഇത് പറയില്ല. അതുപോലെ ഇപ്പൊ പറഞ്ഞല്ലോ ഈ കടത്തിന് ലോണിന്റെ ഒക്കെ കാര്യം. പക്ഷെ ഷൈത്യ അതിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞത് അനുമോൾക്ക് ഒരു തരത്തിലുള്ള കടമൊന്നുമില്ല, പ്രാരാബ്ദം പറഞ്ഞ് വോട്ട് വാങ്ങിക്കുകയാണെന്നാണ്. ഞാനൊരു കാര്യം പറയും, ഷൈത്യ അനുമോളെ ബിഗ് ബോസ് ഷോയിലാണ് കാണുന്നത്, മനസ്സിലായോ? അനുമോളുടെ വീട്ടിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? ആരും പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും കടമുണ്ടോ, അനുമോൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെന്ന്. ഷൈത്യ ഞാൻ അനുമോൾക്ക് അച്ഛനമ്മയെന്ന് എടുത്തു കൊടുക്കാനൊന്നുമില്ല. ഷൈത്യയുടെ ചിലപ്പോൾ വീട്ടിൽ ഷൈത്യ അഡ്വക്കേറ്റ് എന്ന് തോന്നുന്നു കുട്ടിയൊക്കെ അല്ലേ. അപ്പോൾ ആ കുട്ടി അഡ്വക്കേറ്റാണ്. ആ കുട്ടിക്ക് നാളെ ഹൈക്കോർട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോർട്ടിൽ പോയിട്ട് ജോലി ചെയ്യാം. അനുമോൾക്ക് എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അവൾക്ക് അധികം അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പിന്നെ ഒരാളെ ജഡ്ജ് ചെയ്യാതെ ശൈത്യമായിട്ട് എനിക്കൊരു ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞ സാധനം നിർത്തുക. ലൈഫിൽ നമ്മളൊരു വ്യക്തിയെ അയാൾ പോയ വഴികളും അയാൾ സഞ്ചരിച്ച വേഗം നോക്കി ജഡ്ജ് ചെയ്യാതെ സ്വന്തം കാര്യങ്ങൾ നോക്കുക. പിന്നെ ഈ ശൈത്യയുടെ വീട്ടുകാർ തന്നെയാണ് ഈ പറഞ്ഞ ഈ അനുമോളുടെ ഇൻസ്റ്റാഗ്രാമിൽ മാനേജ് ചെയ്യുന്ന വിനുവിന് പൈസ കൊടുത്തത്. ശൈത്യയുടെ ഇൻസ്റ്റാഗ്രാം മാനേജ് ചെയ്യാൻ പറഞ്ഞത്. കാശ് കൊടുത്തിട്ടൊന്നും ബിഗ് ബോസ് നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കാനുള്ള കാര്യമാണ് ശൈത്യം പുറത്തായത്. അതൊന്നും പറ്റില്ലെന്നേ. ഇത് ജനങ്ങൾ തീരുമാനിക്കുന്നേ. അനുമോൾ ഫൈനലിൽ വരണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചു. കപ്പ് എടുക്കണമെങ്കിൽ അനുമോൾ ജയിക്കട്ടെ. എനിക്ക് ജയിക്കണമെന്ന് എൻ്റെ ആഗ്രഹം, അത് എൻ്റെ മാത്രം ആഗ്രഹമാണ്. പിന്നെ എൻ്റെ വീട്ടിലുള്ള അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ഭാര്യ, അവരൊക്കെ എനിക്ക് അനുമോളെ ഭയങ്കര സപ്പോർട്ടാണ്. പേഴ്സണൽ അറിയണമെന്ന്. എൻ്റെ കല്യാണത്തിന് അനുമോൾ ഒരു നടി പോലെ ഒരു ആക്ട്രസ് പോലെ ഒന്നുമല്ല. രാവിലെ തൊട്ട് വൈകുന്നേരം ഞാൻ പോകുന്ന വരെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. എനിക്കത് വലിയ കാര്യമാണ്. അത് എൻ്റെ കൂടെ അങ്ങനെ ആരും ഉണ്ടായിട്ടില്ല. എൻ്റെ മോശാവസ്ഥയല്ല. കാര്യം എനിക്കൊരു വളരെ മോശം ഒരു അവസ്ഥ വന്ന സമയത്ത് ഒരു അതിഭീകര ആരോപണം, ഒരു സ്ത്രീൻ്റെ നേരെ നിന്ന് അതിഭീകരമായ ആരോപണം പറഞ്ഞ സമയത്ത് ഒരു സ്ത്രീ ആയിട്ട് എൻ്റെ കൂടെപ്പുറപ്പായിട്ട് നിന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അനുമോൾ, അതും എൻ്റെ സ്വന്തം ഉമ്മാക്ക് പറഞ്ഞിട്ടില്ലാവുള്ളൂ. അത്രയും എനിക്ക് വലിയ സപ്പോർട്ട് തന്നെയാണ് എനിക്ക് തന്നെ. ഒരു ആർട്ടിസ്റ്റോട് എനിക്ക് തന്നിട്ടില്ല. അപ്പോൾ എനിക്കത് വലിയ സംഭവം തന്നെയാണ്. അതുപോലെ അനുമോൾ പെട്ടെന്ന് കരയുന്ന ഞാൻ പെട്ടെന്ന് കരയുന്ന ആളാണ്. എൻ്റെ ബിഗ് ബോസ് നീ സീസൺ 1 എടുത്ത് നോക്ക്, ഞാൻ അതിൽ നല്ലോണം കരഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഞാൻ മോശക്കാരാണോ? കരയുന്ന ആൾക്കാർക്ക് മോശമാണോ? കരയുന്ന ആൾ ഫേക്കാണോ? ഒരിക്കലല്ല. ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് മനുഷ്യത്വമാണ്. നമ്മൾ ഇമോഷൻ എത്ര കൺട്രോൾ ചെയ്യുന്നു അത്ര നമുക്ക് മെൻ്റലി സ്ട്രെസ് വരുമെന്ന് പറഞ്ഞാൽ. നമുക്ക് അടുത്തിൽ വന്നാൽ കരയുക, ദേഷ്യം വന്ന് ദേഷ്യപ്പെടുക, എന്ത് ഫീലിങ്സിൻ്റെ അത് എക്സ്പ്ലോർ ചെയ്യണമെന്ന്. അല്ലാതെ ഈ സൈഡ് വെച്ചിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുക അതൊന്നും
ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നു അനുമോൾ എന്ന വ്യക്തി ക്യാരക്ടറായിട്ട് റിയലായിട്ടുള്ളത് ക്യാരക്ടർ എനിക്ക് തോന്നുന്നത് റിയൽ ക്യാരക്ടർ അനുമോളുടെ. ഞാനത് എവിടെയും ഒന്ന് പറയും, ഇത് തന്നെ അനുമോൾ അങ്ങനെ തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരും സ്റ്റാർ മാജിക്കിലുണ്ടായിരുന്നു. അതെ, സ്റ്റാർ മാജിക്കിലൊക്കെ അനുമോള് ടാസ്ക് വരുമ്പോൾ നന്നായി തോറ്റു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം വരും. അതെ, നന്നായി പെർഫോം ചെയ്തുകൊണ്ടിരുന്ന അനുമോളും ഐശ്വര്യമായിരുന്നു. അതെ, പക്ഷേ ബിഗ് ബോസിൽ വന്നപ്പോൾ ആദ്യമൊക്കെ ടാസ്ക് ചെയ്യുന്നതിൽ അനുമോള് വല്ലാതെ അനുമോള് ടാസ്ക് അലമ്പുന്ന ഒരാളാണ്, അല്ലാതെ പെർഫോം ഒന്നുമില്ല. അവള് അലമ്പി കോമഡിയാക്കും ടാസ്കിൽ. ഞാനിപ്പോൾ എൻ്റെ അനുമോൾ എൻ്റെ ടീമിലാണെങ്കിൽ അനുമോൾ ആ ടാസ്ക് ഓളാക്കും. അതാണ് അനുമോളുടെ ഫൺ എലിമെൻ്റ് അനുമോളുടെ ഉണ്ട്. അത് ബിഗ് ബോസ് ടാസ്ക് ഒരു ഫൺ എലിമെന്റ് ടാസ്ക് ഒന്നുമല്ല, വളരെ സീരിയസ് ആയിട്ട് ടാസ്ക്. അതിൽ അനുമോൾ എത്ര ഉണ്ട്? നിങ്ങൾ അനുമോൾ നേരിട്ട് കണ്ടോ? അനുമോൾ വളരെ ചെറിയൊരു കുട്ടിയാണ്, വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള സ്ത്രീ ഒന്നല്ല. ടാസ്കും ചെയ്യാൻ പറ്റിയ വലിയ കഴിയുന്ന കാലം നീളമുള്ള അങ്ങനെയുള്ള ഒരാളൊന്നും ശക്തിയൊന്നും ഇല്ല. അവള് വളരെ ഒരു ജിമ്മിലൊക്കെ ഞാൻ തടിച്ച് ആനാന്നൊക്കെ കളിയാക്കും. ഞാൻ ഭയങ്കര ഇങ്ങനെ കളിയാക്കുന്ന ആളാണ്. വണ്ണം കണ്ട എന്ത് വണ്ണാണെന്നൊക്കെ പറയും, ഹാത്തി ആനാന്നൊക്കെ ഒരു കളിയാക്കുന്ന ആളാണ്. അങ്ങനെ കളിയാക്കലേക്ക് അവൾ ജിമ്മിൽ പോകാൻ തന്നെ തുടങ്ങിയത്. ആ ജിമ്മിൽ പോകുന്നതുകൊണ്ട് അവൾക്ക് ജിമ്മിൻ്റെ ഉദ്ഘാടനം കിട്ടാൻ തുടങ്ങി. ഞാൻ കൊണ്ടുവരണം ജിമ്മിൻ്റെ ഉദ്ഘാടനത്തിന്. ഒരു പാവം സ്ത്രീയാണോ അവർ. നിങ്ങൾക്കൊക്കെ അവരെ നേരിട്ട് അറിയാമല്ലോ, നിങ്ങൾക്കെങ്കിലും 2 വാക്ക് അവരെ പറ്റി പറയാൻ പാടില്ല. പേഴ്സണലി അറിയുന്ന ആളുകൾ ഒരിക്കലും ഞാൻ സങ്കടപ്പെടുന്നുണ്ട്. ഈ പേഴ്സണലി അറിയുന്ന ആളുകൾ വളരെ മ്യൂട്ടായിട്ട് നിൽക്കും. എന്ന് പറഞ്ഞാൽ അവർ ഇപ്പോൾ ഞാൻ ഒരുപാട് ആർട്ടിസ്റ്റുകൾ കണ്ടിട്ടുണ്ട്. ഇവർക്കൊക്കെ അനുമോൾ പേഴ്സണലി അറിയാമെന്നേ. ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അനുമോളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നെഗറ്റീവാവോ? അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ്. അങ്ങനെ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അനുമോൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അനീഷിൻ്റെ ഫാൻസ് അല്ലെങ്കിൽ അക്ബറിൻ്റെ ഫാൻസാരെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യുമോ? എനിക്ക് ആരും പേടിയില്ല കേട്ടോ. ഞാൻ ഈ അതിഭീകര സൈബർ ബുള്ളിങ് എല്ലാ സീസണിലും കിട്ടുന്ന ആളാണ്. ഞാൻ ഒരാളെ വ്യക്തമായിട്ട് സപ്പോർട്ട് ചെയ്ത് അയാൾ കപ്പ് എടുക്കുകയോ എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ആ ഷോ അയാളിങ്ങനെ എന്ത് നെഗറ്റീവ് വന്നാലും ആ ഷോ അവസാനം വരെ അയാളെ ഞാൻ സപ്പോർട്ട് ചെയ്യും, ആൾ പുറത്താവുന്നവരെ. അതിപ്പോൾ എന്താണെങ്കിലും ഞാൻ രജിസ്റ്റാറിനെ അതിഭീകരമായിട്ട് സപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ പേര് ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ് അന്ന് കിട്ടിയായിരുന്നു. ആൾ എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ വേണ്ടി എൻ്റെ പേര് കേസ് കൊടുത്തു. പിന്നെ വേറെ ഞാൻ അഖിൽമാരാനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അഖിൽരാജ് കോട്ടത്തല അയാളെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ സീസണിൽ. അതിനും എനിക്ക് സൈബർ ബുള്ളിങ് കിട്ടിയതാണ്. പിന്നെ വേറെ അങ്ങനെ എല്ലാ സീസണും ഓരോരുത്തരും ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഞാൻ ജിൻഡോനെ സപ്പോർട്ട് ചെയ്തായിരുന്നു. ഓരോ വ്യക്തിത്വം അവസാനം വന്ന ലവ് ട്രാക്ക് അത് ഞാനൊരു കാര്യം പറയട്ടെ, എന്താണ് അതിൽ ലവ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ? അനീഷിന് അനുമോളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. എനിക്കൊരു പെൺകുട്ടിയെ ഭയങ്കര എൻ്റെ എല്ലാ കാര്യത്തിലും പെൺകുട്ടി എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ആ പെൺകുട്ടി എനിക്ക് ഇഷ്ടം തോന്നാം, അത് നോർമൽ തിങ്സാണ്. അതിലൊരു ട്രാക്ക് ഇല്ലല്ലോ. ലവ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ സീസൺ തുടങ്ങുന്ന 2 വീക്ക് കഴിഞ്ഞിട്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ലവ് ട്രാക്ക്. സീസൺ തീരാണെങ്കിൽ 3 ദിവസം ഉള്ളൂ. ഈ അനീഷ് പറഞ്ഞത് ഒരു 2 ദിവസം മുമ്പാണ് അനുമോളെ എനിക്ക് ഇഷ്ടമാണ്. അതിലൊരു ട്രാക്ക് ഒരാഴ്ചയ്ക്ക് വേണ്ടി എന്ത് ട്രാക്ക് പിടിക്കാനാണ്? ലവ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ സീസൺ 7 സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു 2 വീക്ക് കഴിയുമ്പോൾ ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ ഇഷ്ടമാണെന്ന പോലെ അഭിനയിച്ച് പോലെ നിന്ന് ലാസ്റ്റ് ഒരു ഇങ്ങനെ നിൽക്കുന്ന ഒരു പരിപാടിയാണ് ലവ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ. ഇത് റിയാലിറ്റി ലവ് ഞാൻ കണ്ട ആളാണ്. അതിൻ്റെ അകത്തൊരു പേളിയും സീനിഷനും ഞാൻ റിയലായിട്ട് കണ്ട ഒരാളാണ്. ദാറ്റ്സ് എ റിയൽ ലവ്. എനിക്കതുകൊണ്ട് ഞാൻ കാണാത്ത കാര്യങ്ങളോട് പറയില്ല. അത് ലവ് ട്രാക്കൊന്നുമല്ല. ചിലപ്പോൾ അനീഷ് ചിലപ്പോൾ ഇഷ്ടം തോന്നായിരിക്കാം, അതെനിക്കറിയില്ല. അത് അനീഷ് പുറത്തിറങ്ങുമ്പോൾ ചോദിക്കാം. അനീഷിൻ്റെ സുഹൃത്തിൻ്റെ ബ്രദറാണ്, ചിലപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ചോദിക്കാൻ പറ്റും. ഹൗസിലുള്ളവർ പോലും ചിലത് പറഞ്ഞത് അനുമോള് അങ്ങോട്ട് പോയി പ്രലോഭിപ്പിക്കുകയാണ്, അങ്ങനെ ഒരു പ്രലോഭനം. നിങ്ങൾ കണ്ടിരുന്നോ അനുമോള് പ്രലോഭിപ്പിക്കുന്നത്? അനുമോള് നിങ്ങളാരും കണ്ടിരുന്നോ? ഹൗസിലുള്ള ആ ഒരു ഷോ എന്ന് പറഞ്ഞാൽ ഒരാൾ ജയിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ഷോ ആണ് ബിഗ് ബോസ്. ഇനി നമ്മൾ തമ്മിൽ സുഹൃത്തായിരിക്കും, നാളെ നമ്മൾ തമ്മിൽ വഴക്കാവും. അതാണ് റിയാലിറ്റിയാണ് ആ ഷോ. അതങ്ങനെയാണ് ആ ഷോ. ഇത് മെൻ്റൽ ഗെയിം ഷോ ആണ്. അവിടെ അങ്ങനെ പറഞ്ഞേ പറ്റുള്ളൂ. അത് അവർക്ക് ജയിക്കണം, അവർക്ക് വോട്ട് വേണം. അപ്പോൾ ശക്തമായിട്ടുള്ള എതിരാളിയോട് എതിർക്കുക എന്നുള്ളൊരു പരിപാടിയാണ് ബിഗ് ബോസ്. അപ്പോൾ ചിലപ്പോൾ അനുമോളെ പറ്റി അങ്ങനെ പറയും, ഇപ്പോൾ ഞാൻ ഉണ്ടാകുന്നത് എന്നെ പറ്റിയും പറയും. എൻ്റെ പുറത്തുള്ള ചിലപ്പോൾ എന്തെങ്കിലും എനിക്ക് നെഗറ്റീവ് ആണെങ്കിൽ അത് പറഞ്ഞ് എന്നെ പ്രവോക്ക് ചെയ്യും. ഞാൻ ചിരിച്ചു നിന്നാൽ കുഴപ്പമില്ല. അനുമോൾ വളരെ കൂളായിട്ട് നിൽക്കുന്നത്. അത്ര ആളുകൾ ആ പുറത്തുനിന്ന് വന്ന അനുമോൾ അറ്റാക്ക് ചെയ്ത് അനുമോൾ ഇങ്ങനെ പറഞ്ഞു. ഞാൻ കസാരമ ഇങ്ങനെ ഇരുന്നു. അതായത് അനുമോൾക്കറിയാം ഇതിനെതിരെ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരിച്ചാൽ തീരില്ല. വലിയ കഥയാണ്, വലിയ കഥകൾ പറയാതിരിക്കുക. അപ്പോൾ അതിന് സമയമില്ല. ആകെ 3-4 ദിവസമുള്ളൂ വോട്ടിങ്. പക്ഷേ അനീഷിൻ്റെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു അനുമോൾക്കെതിരെ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടായിരുന്നൊരു ഒരിക്കലുമല്ല. ഞാൻ ഇപ്പോഴും മനസ്സിലാകുന്നു, ഞാനകത്ത് പോയ ആളെ ഈ സീസണിൽ ഗസ്റ്റായിട്ട്. അനീഷ് അങ്ങനെ ഭയങ്കര ഒരു സൈക്കോളജി മൂഡ് വെച്ചിട്ട് ആ ഷോ ജയിക്കണം, എനിക്ക് അങ്ങനെ ചെയ്യണം, വാശി. അനീഷ് ബേസിക്കലി ഒരു എന്താ മനസ്സിലാക്കി, ഒരു ചെറിയ വാശിയൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. അയാൾ പറയാണ് ഈ മൊയിലിന് കൊമ്പുണ്ടെന്ന് പറഞ്ഞാൽ കൊമ്പുണ്ട്. അത് ചില ആളുകൾ അങ്ങനെയാണ്. അല്ലാതെ അയാൾ ബേസിക്കലി കിടില മനുഷ്യനാണ് അനീഷ്. ഞാൻ പോയ ഒരാളാണ്, പാവം ഒരു പ്യുവർ സോളാണ് അനീഷ്. എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. പിന്നെ ഒരു അനീഷ് എന്നൊരു വ്യക്തിക്ക് ചിലപ്പോൾ അനുമോളിൽ ചെറിയ ഇഷ്ടം തോന്നിയിരിക്കാം.
അത് സ്വാഭാവികമാണെന്നേ. അത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമല്ലേ, ഒരു പെൺകുട്ടി നമ്മൾ അതിഭീകരമായിട്ട് എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യും, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന പറയും, നമ്മൾ നമ്മളെ കുറച്ച് കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ത്രീയോട് നമുക്ക് ഇഷ്ടം തോന്നും. അത് നമ്മൾക്ക് നമ്മളെ അമ്മയോട് ഇഷ്ടം തോന്നുന്നത് എന്താണ്, നമ്മളെ അമ്മ നമ്മളെ ഭയങ്കര ടേക്ക് കെയർ ചെയ്യുന്നുണ്ടാകും. അത് നമ്മൾ സുഹൃത്താണെങ്കിൽ അവനോട് നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് തോന്നും. അത് ചിലപ്പോൾ ഒരു സ്ത്രീ ആകുമ്പോൾ ചെറിയ ഇഷ്ടം തോന്നും. അപ്പോൾ അനീഷ് തോന്നിയ അനുമോളോട് ഇഷ്ടം തോന്നി. അനീഷ് കാര്യം പറഞ്ഞല്ലോ, അത് പുറത്തേക്ക് പറഞ്ഞാൽ മതിയില്ലേ. അനീഷ് അങ്ങനെ ഒരു അനിമോൾക്ക് ഇവിടെ അനിമോൾക്ക് പോസിറ്റീവ് മാത്രം ചിന്തിക്കുന്ന ഒരാളാണ് അനീഷ്. ഞാൻ അകത്ത് പോയ സമയത്ത് അനിമോൾ ഞാൻ ചമ്മ ബുള്ളി ചെയ്യാണ്, കളിയാക്കിയിരിക്കുക. ഞാൻ ഷാനവാസ്. അപ്പോൾ അനീഷ് എന്ന് പറഞ്ഞത് നിങ്ങളെൻ്റെ പെങ്ങളെ കളിയാക്കല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ ഒരാളാണ്. എനിക്ക് തോന്നി സായി കൃഷ്ണ പറയുന്നത് അനിമോള് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നാറും, പുറത്ത് വരുമ്പോൾ നാറും. അത് കുഴപ്പമില്ല, അത് നാറാണെങ്കിൽ കുഴപ്പമില്ല, സ്പ്രേ അടിക്കാം. സായി കൃഷ്ണനല്ലോ തീരുമാനിക്കണേ. എൻ്റെ പൊന്ന് പെങ്ങളെ ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറയാം. സായി വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. ഞാൻ സായിനെ അവൻ ഉണ്ണിമോദിനെ പറഞ്ഞിട്ട് അവൻ ഉണ്ണിമോദിനെ തമ്മിൽ കൈ പിടിച്ചിട്ട് ഷെയ്ക്കാൻ്റെ അടുത്ത് കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ബിഗ് ബോസിൽ പോയിട്ട് 3-ാം സ്ഥാനം വന്ന ഒരാളാണ്. ഞാൻ ഉള്ള സീസണിൽ ഉള്ള കണ്ടസ്റ്റൻസ് നിങ്ങൾ കാണണ്ടോ, എല്ലാം അതിഭീകരന്മാരാണ്. നാട്ടപ്പടിയിലെ കേസോ ബിഗ് ബോസിൽ പോയിട്ട് സായി കൃഷ്ണൻ ബിഗ് ബോസിൽ ഞാനും സായിയുടെ പേര് ഫസ്റ്റ് പറഞ്ഞത്. അപ്പോൾ എന്തിനോട്ടെ സായി അല്ലയാ നാർക്കോട്ടെ, ഞാൻ ഫുൾ സപ്പോർട്ട് ചെയ്യും. മരണം വരെ ഞാൻ സപ്പോർട്ട് ചെയ്യും അങ്ങോട്ട്. ഇനിയിപ്പോൾ അവളുടെ മോശം അവസ്ഥ വന്നാലും നല്ല അവസ്ഥ വന്നാലും ഫുൾ സപ്പോർട്ട് ഞാൻ ചെയ്യും. ഇനിയിപ്പോൾ അതിന് പേര് എത്ര പേര് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ എൻ്റെ DM-ലോ ഒന്ന് മെസ്സേജ് അയച്ചാലും എനിക്ക് വിഷയമല്ല. എൻ്റെ കുറേ ക്ലോസ് ഫ്രണ്ട്സ് എനിക്ക് മെസ്സേജ്, നീ അനുമോൾക്ക് സപ്പോർട്ട് ചെയ്താൽ നിനക്ക് നെഗറ്റീവ് വരും. എനിക്ക് കുഴപ്പമില്ല, എനിക്ക് നെഗറ്റീവ് വന്നോട്ടെ. എനിക്ക് വരാവുന്നുള്ള അതിഭീകര നെഗറ്റീവൊക്കെ വന്നിട്ട് ഞാൻ അതിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് വന്ന ഒരാളാണ്. ഈ ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടോ, ഒറ്റയ്ക്ക് ഒരാളും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായില്ല. എനിക്ക് PR ഉണ്ടായില്ല, എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത് പറയാൻ ഒരു മീഡിയ ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. ഞാൻ ഒറ്റയ്ക്ക് വന്ന ആളാണ്. ഞാൻ ഒറ്റയ്ക്ക് വഴി വെച്ച് വന്നത് വെള്ളം ഒഴിച്ചു. ആ പുറത്തേക്ക് മോനെ ചോദിക്കും, തമാശക്കാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല, മോശമാണത്. നിവിനെ പാവം പയ്യനാന്നേ. നിവിനൊക്കെ ഇവിടെ ഈ ഷോയിലൊക്കെ ഇതുപോലത്തെ ഷോയിലൊക്കെ നമ്മുടെ കൂടെ ഒക്കെ വന്നിട്ടുള്ള മനുഷ്യനാണ്. അഭിഷേകിനെ ക്ലോസ് ഫ്രണ്ടാണ് നിവിൻ, നല്ല മനുഷ്യനാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഷോയാണിത്. അങ്ങനെ അതൊരു വ്യക്തിപരമായിട്ട് ദേഷ്യം വയ്ക്കുന്ന ഷോ അല്ല. ഇവരൊക്കെ നാളെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കും. ഇപ്പം നിവിന് അനുമോള് ഭയങ്കര കമ്പനിയല്ലേ. ഞാൻ പറഞ്ഞ അന്നത്തെ കാര്യം അവർ അന്നത്തെ മറക്കും. ഇതൊന്നും നമ്മൾ മനസ്സിൽ കൊണ്ടുനടക്കുന്നില്ല. നമുക്ക് പേഴ്സണൽ ഗഡ്ജും കൊണ്ട് നടക്കുന്ന ഷോ അല്ല ബിഗ് ബോസ്. അത് അവിടെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. നീ വെള്ളം ഒഴിച്ചത് മോശമാണ്, അത് നിവിനും അറിയാം. നിവിൻ അവളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അവളെന്തിനും ചെയ്യുകയാണെങ്കിൽ നിവിൻ ചെയ്യുകയാണെങ്കിൽ അനുമോൾ ഔട്ടാവും. ഇത് അങ്ങനത്തെ ഷോയാണേ. അക്ബറിന്റെ സുഹൃത്താണ്. അക്ബർ ഒരു കിട്ടില്ല ഗെയിമറാണ്, അതാ പ്രശ്നം. അക്ബർ ഭയങ്കര എന്ന് പറഞ്ഞാൽ നിങ്ങളെ എന്നെ തമ്മിൽ ഇവിടെ നിന്ന് അങ്ങോട്ടും പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഇതാക്കും. അത് അക്ബറിന്റെ പ്രത്യേക കഴിവാണത്. പറയാളിയാ ഇത് അത് ഗെയിം തന്നെയാണ്, അയാളുടെ കഴിവ് തന്നെയാണ്. അത് ഓരോരുത്തർ ഗെയിം സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാൻ ഒരു കാര്യം പറയാം, ശക്തമായിട്ടൊരു വ്യക്തിയുടെ എതിരെ പറയുമ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് പുറത്ത്. അത് മനസ്സിലാക്കണം. അത് PR അല്ല, ഞാൻ നിങ്ങളോട് പറയാം, ജനങ്ങൾ തീരുമാനിക്കുന്നതാണ് പുറത്താവുന്നത്. ഇപ്പം എനിക്ക് ഒരുപാട് ആളുകൾ എന്നെ ഇഷ്ടമാണ് കഴിക്കും. എന്നെ ഒരാൾ വന്നിട്ട് ചീത്ത വിളിക്കുന്നു, അയാൾ പുറത്താവും. ആ ഷോയുടെ പാറ്റേൺ അങ്ങനെയല്ലേ. അനുമോളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് PR-ന് ആവശ്യമില്ല. അനുമോൾക്ക് അത്രയും ഫാൻസ് ഉണ്ട്. എന്നേക്കാൾ കൂടുതൽ ഫാൻസ് അനുമോൾക്കുണ്ട്. എനിക്കറിയാം. എനിക്ക് കൂടോത്രത്തിലും ഈ പറഞ്ഞ ബ്ലാക്ക് മാജിക്കിലും എനിക്ക് വിശ്വാസമില്ല. അതിലൊന്നും എനിക്ക് വിശ്വാസമില്ല. ഒരു യൂണിവേഴ്സിൽ ഒരു ദൈവം പടച്ചോൻ നമ്മളൊക്കെ സൃഷ്ടിച്ച ഒരു തമ്പുരാനുണ്ട്, ദൈവം അല്ലെ, അള്ളാഹു, അങ്ങനെ യേശു അല്ലെ കൃഷ്ണൻ ഭഗവാൻ അങ്ങനെയൊക്കെ പറയുന്ന ഒരാളുണ്ട്. ഈ യൂണിവേഴ്സിലൊരു ശക്തിയുണ്ട്. അയാൾ തീരുമാനിക്കട്ടോ എന്നെ മേളിലേക്ക് കൊണ്ടുപോകണോ. എനിക്ക് 1990 ഡിസംബർ 2 ജന്മം എഴുതിയിട്ടുണ്ടെങ്കിൽ മരണം പുള്ളി എൻ്റെ ബുക്കിൽ തന്നെ എഴുതിയ വിട്ടേക്കുന്നത്. ആ ബുക്കായിട്ട് ഇങ്ങനെ നടക്കുക. ആ പുള്ളിയെ സമയമാകുമ്പോൾ ബുക്ക് എടുത്ത് പുള്ളി ഞാൻ കൊണ്ടുപോകും നമ്മളെ. അത് അത്രയും ചിന്തിച്ചു മതി. അല്ലാതെ കൂടോത്രമൊക്കെ പറയാം, എത്ര കൂടോത്രം, ആരാണ് കൂടോത്രം കണ്ടത്? എനിക്ക് ഈ പറഞ്ഞ എന്താ പറയുക, സ്വയം പ്രഖ്യാപിക ദൈവങ്ങളെന്ന് എനിക്ക് വിശ്വാസമില്ല. ഈ കൂടോത്രം ചെയ്യുന്നവരെയും അല്ലെങ്കിൽ മുട്ടയിൽ പേരെഴുതി വയ്ക്കുന്നതും നമുക്ക് വിശ്വാസമില്ല. ചുമ്മാണ്, തട്ടിപ്പാണ്. അനീഷ് എനിക്ക് ഫേവറേറ്റ്. അനുമോൾ കഴിഞ്ഞ് എനിക്ക് അനീഷ് ഭയങ്കര ഇഷ്ടമാണ്. സാബും തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷേ ആൾ പുറത്തായില്ല. പിന്നെ എനിക്ക് ഷാനവാസ് ഇഷ്ടം. എനിക്ക് അവരെ എല്ലാവരും ഭയങ്കര ഫേവറേറ്റാണ്. പക്ഷേ അനീഷ് ഇഷ്ടപ്പെടാൻ കാരണം അനീഷ് ഭയങ്കര പാവം മനുഷ്യനാണ്. ആളുകൾ ഞാൻ പറഞ്ഞ ആളുകൾ പറയുന്നല്ലോ, ഞാനിപ്പോഴും പറയുന്നു. ഞാൻ പറഞ്ഞ അമ്മയെ തല്ലി 2 വർഷം തന്നെ ഒരു കാലത്ത് നമ്മൾ പോകുന്നതാണ്.
അപ്പോൾ ജനങ്ങൾ പറയുന്നു അനുമോൾക്ക് നല്ലതാണ്, അനീഷ് നല്ലതാണ്, അക്ബർ നല്ലതാണ്, നിവിൻ നല്ലതാണ്, ഈ പറഞ്ഞ സാബിമോൻ നല്ലതാണ്, ആദില നൂറ നല്ലതാണ്. അപ്പോൾ അങ്ങനെ പറയുന്നൊരു ഏരിയ ആണ് ബിഗ് ബോസ്. എല്ലാ ആളുകൾക്കും ഒരു പാറ്റേൺ ഫാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അനുമോൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ബാക്കി എല്ലാവരും വന്ന് എന്നെ അറ്റാക്ക് ചെയ്യും. നിങ്ങൾ അനീഷ് സപ്പോർട്ട് ചെയ്താൽ ബാക്കിയുള്ള ഫാൻസ് നിങ്ങൾ അറ്റാക്ക് ചെയ്യും. നിങ്ങൾ ആദിലിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ആളുകൾ നിങ്ങൾ അങ്ങനത്തെ ഒരു ഷോയാണത്. ഈ ഇടതല മൂർച്ചയുള്ളൊരു കത്തിയാണ് ബിഗ് ബോസ്. അത് എങ്ങനെ കുത്തിയാലും അത് മുറിയും. 100% ആണ്. അതായത് അനുമോൾക്കെതിരെ പറഞ്ഞാൽ പ്രതികരിക്കുന്ന അനുമോളുടെ ഫാൻസ് ആണോ അല്ലെങ്കിൽ അനുമോൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ. അത് ഫാൻസ് എന്നാലും ഇഷ്ടപ്പെടുന്ന ആളുകൾ. ഫാൻസിനല്ലേ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഫാൻസാണ്. അപ്പോൾ അവർ പറയും ഇപ്പോൾ നിങ്ങൾക്ക് ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരാൾ വന്ന് ലാലേട്ടനെ മോശം പറഞ്ഞ് നിങ്ങൾ പറയും ലാലേട്ടൻ അങ്ങനെ നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം ലാലേട്ടൻ അങ്ങനെ പറയരുതെന്ന് പറയില്ലേ. മമ്മൂക്കാനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മമ്മൂക്കാനെ പറ്റി ഒരാൾ പറഞ്ഞു, ഞാൻ പോയി കമൻറ്റ് ചെയ്ത് മമ്മൂക്കാനെ നീ നേരിട്ട് കണ്ടിട്ടുണ്ടാണ്. പക്ഷേ ഒരു സംശയമില്ലേ, അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അനുമോൾക്ക് പിആറിൻ്റെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അനുമോൾ കപ്പടിച്ചാലും അത് അംഗീകരിക്കപ്പെടാതെ കുഴപ്പമില്ല. കപ്പെടുക്കുമ്പോൾ സപ്പോർട്ട് ചെയ്ത ആളുകളുണ്ടല്ലോ, അവർ അംഗീകരിച്ചാൽ മതി. 5 ലക്ഷം പേര് വോട്ട് ചെയ്ത് 5 ലക്ഷം പേര് അംഗീകരിച്ചാൽ മതി. ഈ ലോകത്തുള്ള ഇവിടെയുള്ള 1 മില്യൺ ആളുണ്ട്. ഈ 1 മില്യൺ ആൾക്കാരെ അംഗീകരിപ്പിക്കണ്ട. 50 ലക്ഷം കിട്ടി പിന്നെ എന്താ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലല്ലേ? ഏതാ വിന്നറായി കഴിഞ്ഞാൽ പിന്നെ എന്താ അല്ലേ? പിന്നീടായി കഴിഞ്ഞാൽ ഇത് ഒരു സാലറി എന്തായാലും അനുമോൾക്കുണ്ട്. അത് 50 ലക്ഷമാണെന്ന് എനിക്കറിയാൻ പാടില്ല. 50 ലക്ഷം രൂപ കാർ എന്ത് വേണമെന്ന് തോന്നുന്നു അല്ലേ? കാറിൽ എനിക്കറിയില്ല ബ്രോ, ഞാനിത് അത് എനിക്കതിനെപ്പറ്റി ഒരു ധാരണയില്ല. പക്ഷേ അനുമോൾക്ക് കുറച്ച് കടമുണ്ട്. ബേസിക്കലി കടം എന്ന് പറഞ്ഞാൽ ഈ വീട്, അവളൊരു വീട് വെച്ചായിരുന്നു ചേച്ചിയുടെ അതിൽ, പിന്നെ കാറ് വാങ്ങിച്ചായിരുന്നു. അതിന് ചെറിയൊരു കടം, ലോൺ തീർന്നുണ്ട്. കാറിന് ലോൺ എനിക്കറിയില്ല. അത് ചേച്ചി അവരൊക്കെ ഒരു കൂട്ടി അടച്ച്. ചേച്ചിക്ക് ജോലിയുണ്ട്, അവർ സർക്കാർ ജോലി ഒന്നും ചേച്ചിക്കാൻ ജോലിയൊന്നുമുണ്ട്. പിന്നെ എനിക്കുണ്ട് കാർ ലോൺ, ഹൗസ് ലോണും. എനിക്ക് ഡെയിലി ഉദ്ഘാടനങ്ങൾ എപ്പോഴും പരിപാടി ഉണ്ട്. എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ കാറൊക്കെ ലോൺ അടഞ്ഞു പോകാനുള്ള വരുമാനം കിട്ടുന്നുള്ളൂ. ഈ ഉദ്ഘാടനത്തിന് കഴിയുമ്പോൾ അത് കാശ് കിട്ടുന്ന വയ്ക്കണേ. നല്ല ഷർട്ട് മാൻഡ് കിട്ടുന്ന അവരിൽ കാശുണ്ടെന്നാണ് എല്ലാവരും വിചാരം. എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ട്. ആർട്ടിസ്റ്റ് ആവെന്ന് വെച്ചിട്ട് ഞാൻ പറയട്ടെ, ഞാൻ പണ്ട് പെയിൻറ്റിങ്ങും പ്ലംബിങ്ങും പണിക്ക് പോയിട്ടുണ്ട്. എനിക്കൊരു 2 ആഴ്ച 3 ആഴ്ച ഉദ്ഘാടനമില്ല. എനിക്കിനി പെയിൻറ്റിങ്ങും പ്ലംബിങ്ങൊന്നും പോകാൻ പറ്റില്ല. ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അത്. പിന്നെ എനിക്ക് ജിമ്മിൽ പോകണം. ആ ജിമ്മിൽ എനിക്ക് ഞാൻ എൻ്റെ ബിജുക്കാട് ജിമ്മിൽ പോകണം, നാടൻ ജിമ്മിൽ. അവിടെ പോയിട്ട് എനിക്ക് നാടൻ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. എനിക്ക് നല്ല ജിമ്മിൽ പോകണം. എനിക്ക് പ്രോട്ടീൻ ഫുഡ് വേണം. എനിക്ക് പുറത്തിറങ്ങും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. മേക്കപ്പ് ഞാൻ യൂസ് ചെയ്യുന്നില്ല. സൺസ്ക്രീൻ ഇടണം, വെയിലുണ്ടാ പൊള്ളും എൻ്റെ ഫേസ്. പിന്നെ നല്ല ഡ്രസ്സ് ഇടണം. ഞാനിപ്പോൾ ഒരു സ്ലിപ്പറും ഒരു നോർമൽ ഷർട്ടും പാൻറ്റിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾ തന്നെ ഇങ്ങനെ ഒരു നോട്ടത്തോടെ നോക്കും. ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഈ ഇൻഡസ്ട്രിയിലേക്ക് എത്താൻ ഭയങ്കര ഈസിയാണ്. അതിങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ഇവിടെ നിൽക്കാനാണ് ഏറ്റവും പാട്. ഞാൻ പറഞ്ഞ മോളെ നീ എന്താണോ നീയായിട്ട് നിൽക്കുന്നത്. ഞാൻ അവളുടെ അടുത്ത് പോയിട്ട് ആകെ പോയി പറഞ്ഞത് കരയെന്ന് മാത്രമേ ഉള്ളൂ. വേറെ എല്ലാം അവൾ ഓക്കെയാണ്. അവൾ കരയുന്നത് എന്താ പറയുക, അവൾ ഓരോ ആളുടെ നേച്ചറാണ്. ഞാൻ പെട്ടെന്ന് കരയുന്നതാണ്. പക്ഷെ ഞാനത് കുറച്ച് ദേഷ്യം കാണിക്കും. പിന്നെ എന്നെ പെട്ടെന്ന് അങ്ങനെ ആളുകൾ വന്നിട്ട് പറഞ്ഞ് പോടാ എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. അവിടെ പോകും. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പോകും. അത്രേ ഉള്ളൂ. അത് ഇതൊരു ഈ ഷോയുടെ പാറ്റേണാന്നേ. സ്ത്രീകൾ പൊതുവെ എല്ലാവരും ഭയങ്കര സെൻസിറ്റീവാണ്. നിങ്ങൾക്കറിയാം. നിങ്ങൾ 2 സ്ത്രീകളാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് പെട്ടെന്ന് ഹോർമോൺ ബാലൻസ് അങ്ങനെ ചേഞ്ചിങ്ങും പരിപാടികളും മെൻ്റൽ സ്ട്രെസ്സൊക്കെ വരും. നിങ്ങൾ ഇവിടുത്തെ നിങ്ങൾ ചീത്ത കളിക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ കാര്യം ഓർത്ത് നിങ്ങൾ കരഞ്ഞു പോകും. ദൈവമേ, ഞാൻ ഇവിടെ നിന്നിട്ട് എനിക്ക് വീട്ടിൽ അവൾ പറയുന്നുണ്ട് എൻ്റെ വീട്ടിലേക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കണേ, എനിക്ക് പൈസ ആവശ്യമുള്ള നിൽക്കണേ. ആ ബിഗ് ബോസിൽ പോകണമെങ്കിൽ 6 മാസം അവർക്ക് സീരിയലൊന്നും ഇല്ലാന്നേ. സ്റ്റാർ മാജിക്ക് നിർത്തി വരുമാനം മൊത്തം നിൽക്കുക. സ്റ്റാർ മാജിക്കിന് അത്യാവശ്യം ഒരു 10-15 രൂപ അല്ലെങ്കിൽ 10 രൂപ വരുമാനം വന്ന് നിൽക്കുക ഒരു ഷൂട്ടിന് പോകുമ്പോൾ. ആ വരുമാനമൊക്കെ നിൽക്കുകയല്ലേ. ആ ഇനാഗ്രേഷൻ പൊതുവെ ആ സമയത്ത് കുറഞ്ഞായിരുന്നു. മഴയൊക്കെ ആയിട്ട് ഇനാഗ്രേഷൻ കുറഞ്ഞു. അപ്പോൾ വരുമാനമില്ല. ഞാനപ്പോൾ എനിക്ക് ജിമ്മുണ്ട്. അനുമോൾക്ക് എന്തോ ഉള്ള ചിന്തിക്കണം. അവൾക്കൊന്നുമില്ല വരുമാനം. പിന്നെ അവളെ വീട് അവളെ നോക്കണേ. അങ്ങനെ ചിന്തിക്കണം നിങ്ങളെല്ലാം ഇപ്പോഴും. പിന്നെ അനുമോൾ അങ്ങനെ സേവ് ചെയ്ത് വെക്കുന്ന ആളല്ലാന്നേ. അത് ഭയങ്കര സേവിങ് വെച്ച് കൂട്ടി വെക്കുന്ന ആളെന്നല്ല. അവൾ ചിലവ് ഇപ്പം നിങ്ങൾ ബുദ്ധിമുട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് പൈസ തരും. ഇപ്പം നിങ്ങൾ പറയുകയാണ് അനുമോളെ എൻ്റെ വീട്ടിലിങ്ങനെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ അവൾ നിങ്ങൾക്ക് പൈസ തരും. അവളെ ക്യാരക്ടർ അതാ. എന്നോട് ചോദിക്കാതെ എൻ്റെ കല്യാണത്തേക്ക് വന്ന് എനിക്ക് പൈസ തന്ന ഒരാളാണ്. ഒരു ആർട്ടിസ്റ്റ് എനിക്ക് തന്നിട്ടില്ല. എല്ലാം പറയുകയാണെങ്കിൽ ഒരുപാട് കഥയുണ്ട്. ജീവൻ ബിഗ് ബോസ് പോയി ഇറങ്ങി വന്ന സമയത്ത് അനുമോളെ ചതിച്ചു. അവർ തമ്മിൽ നല്ല സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു. ചെറിയൊരു ഇഷ്ടം എന്തോ ഉണ്ടാകുന്നു തോന്നുന്നു. എനിക്ക് അങ്ങനെ തോന്നിയതാ. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ ഉണ്ടാവും. ഉണ്ടെങ്കിൽ തന്നെ ചതിയൊന്നുമില്ല. അവർ മ്യൂച്വലായിട്ട് എന്തോ സംസാരിച്ച് അങ്ങ് ഇതായതാ. ഇതിന് കാരണമുണ്ടാവും. അത് അവർ തമ്മിലുള്ള പ്രശ്നമൊന്നും അല്ല. ഈ ചതിക്കാന്നൊക്കെ പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ അവർ തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല.
ഇപ്പോൾ ബിഗ് ബോസ് പോയി എന്തെങ്കിലും പ്രശ്നമുണ്ട് അവരൊരു ചതിക്കാൻ അവിടെ വെച്ച് അത്രയും ക്യാമറ ഉള്ള വേദി വെച്ച് അനുമോൾക്ക് അവന് ഷൗട്ട് ചെയ്യാൻ പാടില്ലേ കൈ കൊടുക്കാതിരുന്നതൊക്കെ ഭയങ്കര വിഷമം. ഇപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, ചിലപ്പോൾ ചെറിയ വിഷമമൊക്കെ ഉണ്ടാവും, അത് ഉണ്ടാവില്ല, ഒരു ഇഷ്ടം അതിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പുറത്തേക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. എനിക്കത് ഞാൻ അന്വേഷിച്ചിട്ടില്ല, കാരണം എനിക്ക് ഇങ്ങനെ ഒരാൾ പേഴ്സണൽ കാര്യം ചോദിക്കാൻ താല്പര്യമില്ല. ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവും, നമ്മളൊന്നും ചോദിക്കാൻ പോകാറില്ല. കാര്യം നമ്മൾ സ്വന്തം എങ്ങനെയാണെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ കൂടുതലാണ് പേഴ്സണൽ ലൈഫിലേക്ക് കയറുന്ന ആവശ്യമില്ല. അത് ഓരോരുത്തരുടെ പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തീരുമാനിക്കും അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ. നാളെ കഴിഞ്ഞ് ഫിനാലെ ജയിച്ചു വരുമ്പോൾ എന്നുള്ള രീതിയിൽ എങ്ങനെ വെൽക്കം ചെയ്യാൻ എന്താ നമ്മൾ എയർപോർട്ടിൽ പോവുകയാണെങ്കിൽ എയർപോർട്ടിൽ പോകും, അല്ലെങ്കിൽ അവളെ ഞാൻ ഉദ്ഘാടനത്തിന് കാണും, അത്രേ ഉള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ തിരുവനന്തപുരം വരെ പോകണം. ആ നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് നമുക്ക് ഗ്രാൻഡ് പരിപാടിയാണ്. പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല, കപ്പെടുക്കുകയാണെങ്കിലും എടുത്തില്ലെങ്കിൽ നമ്മൾ ഗ്രാൻഡ് വെൽക്കം കൊടുക്കും ബ്രോ. പിന്നെ എനിക്ക് അങ്ങനെയൊന്നുമില്ല, കപ്പ് എടുത്താലും എടുത്തില്ലെങ്കിൽ ഗ്രാൻഡ് വെൽക്കം കൊടുക്കും.